അതിശക്തമായ മഴയാണ് രാവിലെ മുതൽ അനുഭവപ്പെടുന്നത്. മേപ്പാടി പുത്തുമല പ്രദേശത്ത് അതിതീവ്ര മഴയാണ് അനുഭവപ്പെട്ടത്. മേലേമുണ്ടക്കയിൽ 2019 ഉരുൾപൊട്ടിയ പ്രദേശത്ത് മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്. ഇതേ തുടർന്ന് ചൂരൽമഴ പുഴയിൽ വെള്ളം കയറുന്ന നിലയുമുണ്ടായി. രണ്ടിടങ്ങളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. വയനാട് ബാണാസുര സാഗർ ഡാമിൽ റെഡ് അലേർട്ട് നിലനിൽക്കുകയും ചെയ്യുന്നു. സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നുണ്ട് ഏറ്റവും പുതിയ വിവരങ്ങളുമായി. സുർജിത്ത്, വയനാട് ജില്ലയിൽ പലയിടത്തും മണ്ണിടിച്ചിലിൻ്റെ ഒക്കെ വിവരങ്ങൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ പുറത്തു വന്നു. ഈ ബാണാസുര സാഗർ ഡാമിൽ റെഡ് അലേർട്ട് നിലനിൽക്കുന്നുണ്ട്. വരും മണിക്കൂറുകളിലും മഴ ശക്തമാവുകയാണെങ്കിൽ തീരുമാനം എങ്ങനെയായിരിക്കും? ജില്ലയുടെ പൊതുവായുള്ള വിവരങ്ങൾ, നാശനഷ്ടവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, മുന്നറിയിപ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എങ്ങനെയാണ് സുർജിത്ത്? റിജിത്ത്, ഇന്ന് പുലർച്ചെ 4 മണിയോട് കൂടിയാണ് മേലേമുണ്ടക്കയിൽ 2019 ഉരുൾപൊട്ടലുണ്ടായ പ്രദേശത്ത് മണ്ണിടിച്ചിലുണ്ടായത്. ഇതേ തുടർന്ന് ചൂരൽമല പുഴ പലയിടത്തും കരകവിഞ്ഞൊഴുകുന്ന സ്ഥിതിയുണ്ടായി. വലിയ രീതിയിലുള്ള മലവെള്ളപ്പാച്ചിലാണ് ഇന്ന് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ആ മേഖലയിൽ ആളുകളെയെല്ലാം തന്നെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. അതായത് ചില പ്രദേശങ്ങളിൽ വലിയ രീതിയിൽ മണ്ണിടിച്ചിൽ ഭീഷണി, മലയിടിച്ചിൽ ഭീഷണി, ഉരുൾപൊട്ടൽ ഭീഷണി എല്ലാമുള്ള പ്രദേശങ്ങൾ ഈ മേപ്പാടി ഭാഗത്ത് ഉണ്ട്. ഇവിടെ നിന്നെല്ലാം 2 ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കാണ് ആളുകളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുള്ളത്. മറ്റുള്ളവരെ ബന്ധുവീടുകളിൽ എല്ലാം തന്നെ മാറി താമസിക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിന് കഴിയാത്ത ആളുകളെ ഈ പുത്തുമലയിലും അതോടൊപ്പം തന്നെ കള്ളാടിയിലുമാണ് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും അതിതീവ്രമായ രീതിയിലുള്ള മഴപ്പെയ്ത്ത് ഉണ്ടായിരിക്കുന്നത്. 200 മില്ലിമീറ്ററും അതോടൊപ്പം തന്നെ 202 മില്ലിമീറ്ററുമാണ് ഈ മേഖലയിൽ മഴ. അതെല്ലാം തന്നെ മേപ്പാടി പ്രദേശത്താണ് എന്നുള്ളതാണ്. എന്തായാലും പുത്തുമല ദുരന്തം 2019 ദുരന്തമാണ്. ഇതിൽ 17 പേരുടെ ജീവൻ നഷ്ടപ്പെട്ട ദുരന്തമാണ്. ഈ പശ്ചാത്തലത്തിലാണ് ജാഗ്രതാ നിർദ്ദേശം ഉൾപ്പെടെ ഈ മേഖലയിൽ നൽകിയിട്ടുള്ളത്. മാത്രമല്ല, ധാരാളം ടൂറിസ്റ്റുകൾ എത്തുന്ന 900 കണ്ടി അടക്കമുള്ള പ്രദേശങ്ങൾ ഈ മേഖലയിലാണ്. ഇവിടേക്ക് സാഹസിക വിനോദസഞ്ചാരത്തിന് നിരോധനം ഏർപ്പെടുത്തിയതായി ജില്ലാ കലക്ടർ അറിയിച്ചിട്ടുണ്ട്. അത്തരത്തിൽ വലിയ ഭീതി നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലം ഈ പ്രദേശത്ത് എല്ലായിടത്തും ഉണ്ട്. ചിലയിടങ്ങളിൽ മരം വീണിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ചൂരൽമല പ്രദേശത്ത് ജംഗ്ഷനിൽ തന്നെ പാലത്തിന് അടുത്തായി പുഴയിലേക്ക് മരം കടപുഴകി വീഴുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. ധാരാളം മരങ്ങൾ ഇങ്ങനെ ഈ തീരത്തുള്ള ധാരാളം മരങ്ങൾ ഈ തരത്തിൽ കടപുഴകി വീഴുമോ എന്നുള്ള ആശങ്കയും നിലനിൽക്കുന്ന പശ്ചാത്തലമുണ്ട്. ഈ വയനാട്ടിൽ പൊതുവെ പലയിടങ്ങളിലും കനത്ത രീതിയിൽ തന്നെ മഴപ്പെയ്ത്ത് തുടരുകയാണ്. ഈ സമയത്തും ഇടവിട്ട് കനത്ത മഴ പെയ്യുന്ന ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. ബാണാസുര സാഗർ അണക്കെട്ടിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇവിടെ ജലനിരപ്പ് 773 മീറ്ററായി ഉയർന്നിരിക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. ഇത് 773.5 മീറ്ററായി ഉയർന്ന സാഹചര്യമുണ്ട്. ഷട്ടർ തുറക്കേണ്ട സ്ഥിതി ഉണ്ട് എന്നുള്ള തരത്തിലുള്ള വിവരമാണ് KSEB ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത്. ഒരു പക്ഷേ ഇന്ന് രാത്രിയും മഴ വലിയ അളവിൽ തുടർന്നാൽ സ്വാഭാവികമായും ഇവിടുത്തെ ജലനിരപ്പ് ഉയരും. അങ്ങനെയെങ്കിൽ രാവിലെ 7 മണിയോടുകൂടി ഇതുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനം എടുക്കുമെന്നുള്ളതാണ് KSEBയുടെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ നമ്മളെ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും കനത്ത മഴപ്പെയ്ത്ത് തുടരുന്നുണ്ട് വയനാട്ടിൽ എന്നുള്ളതാണ് ആശങ്കാജനകമായ കാര്യം. ഇവിടെ മാത്രമല്ല, തൊണ്ടർനാട്, തവിഞ്ഞാൽ പഞ്ചായത്തുകളുടെ ആ മേഖലയിലെല്ലാം തന്നെ വിവിധ പ്രദേശങ്ങളിലെല്ലാം തന്നെ ഇടവിട്ട് മഴ പെയ്യുന്നുണ്ട്. താഴെ തടത്തിലുള്ള പ്രദേശങ്ങളിലെല്ലാം തന്നെ വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കബനിപ്പുഴയിൽ നീരൊഴുക്ക് വർദ്ധിച്ചിട്ടുണ്ട്. ബീച്ചനഹള്ളി ഡാം തുറന്ന് വെച്ചിട്ടുണ്ട് എന്നുള്ളത് ആശ്വാസകരമാണ്. എന്തായാലും ഇനിയൊരു പക്ഷേ ബാണാസുര സാഗർ ഡാം തുറക്കേണ്ട സാഹചര്യം ഉണ്ടായാൽ പനമരം അടക്കമുള്ള പ്രദേശങ്ങളിൽ വെള്ളം എത്താനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. 20 സെന്റിമീറ്റർ വരെ പുഴയിൽ വെള്ളം ഉയരുമെന്നുള്ളതാണ് പറയുന്നത്. ഡാം തുറക്കുകയാണെങ്കിൽ അത് 1/2 അടി ഒരു ഷട്ടറാകും തുറക്കാനുള്ള സാധ്യത എന്നും KSEB ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ വെള്ളം 20 സെന്റിമീറ്ററോളം പുഴകളിൽ ഉയരാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല. ആശങ്കയുണ്ട്. അത്രമാത്രം വലിയ മഴപ്പെയ്ത്താണ് വയനാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. റീജിത്ത്. ശരി, സുർജിത്ത് അയ്യപ്പത്ത് വയനാട്ടിലെ വിവരങ്ങൾ നൽകുകയായിരുന്നു. വയനാട്ടിൽ ഇടവിട്ട് അതിശക്തമായ മഴ പെയ്യുന്ന സാഹചര്യമുണ്ട്. താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിലടിയിലാകുന്ന നിലയുണ്ട്. പുഴകളിൽ ജലനിരപ്പ് ഉയരുന്ന നിലയുണ്ട്. വയനാട് ബാണാസുര സാഗർ ഡാമിൽ റെഡ് അലേർട്ട് നിലനിൽക്കുന്നുണ്ട്. സുർജിത്ത് അയ്യപ്പത്ത് അതിൻ്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.